ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? യെസ് സാർ, ക്ലിയർ. ഇപ്പൊ എല്ലാവർക്കും ലാസ്റ്റ് ക്ലാസ് ചെയ്ത കൺസെപ്റ്റും കാര്യങ്ങളും ക്ലിയർ ആയിരുന്നോ? ഉം? എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ഗേജ് വിഷ്വല്, പിന്നെ ടാർഗറ്റ് കൊടുക്കുന്ന കൺസെപ്റ്റും, പിന്നെ കളർ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സും. ഓക്കെ. പിന്നെ വേറൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. യൂസറുടെ സെലക്ഷൻ അനുസരിച്ചിട്ട് ഒരു വിഷ്വലില് മൊത്തം കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് ഏതൊക്കെ ഫങ്ഷൻസ് നമുക്ക് ആവശ്യമുണ്ട്? ലോജിക്കൽ ഫങ്ഷൻസും അതിന്റെ കൂടെ ആരും വേണ്ടിവരും, സെലക്ടഡ് വാല്യൂ കൂടെ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടി വരും. ഈ രണ്ടാൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കാര്യം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. അതായത് യൂസറുടെ സെലക്ഷൻ അനുസരിച്ചിട്ട് വിഷ്വലിനകത്തിൽ ഓരോ ആൾക്കാരെയും കൺട്രോൾ ചെയ്യണമെങ്കിൽ ലോജിക്കൽ ഫംഗ്ഷൻ ഈഫും സ്വിച്ചും അതിന്റെ കൂടെ ആരും വേണ്ടിവരും, സെലക്ടഡ് വാല്യൂ കൂടെ കമ്പൈൻ ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. എല്ലാവരും ക്ലിയർ ആയിരുന്നു അവർ ചെയ്ത കാര്യങ്ങൾ? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത കൺസെപ്റ്റും കാര്യങ്ങളും? Yes, sir. അപ്പോൾ ഇനി ഇത് നമ്മൾ അതിന്റെ തന്നെ ഒന്നുകൂടെ ഒരു ലൈറ്റർ വേർഷൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ എടുക്കേണ്ടതായിരുന്നു, അതിന് മുമ്പേ തന്നെ ഒന്നുകൂടെ അഡ്വാൻസ് ലെവലിലോട്ട് പോയി. ഓക്കെ. നമ്മൾ ടോട്ടൽ സെയിൽസും കണ്ടുപിടിച്ചിട്ടുണ്ട്, ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയറും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ കണ്ടുപിടിക്കുന്ന ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്തേ? സെയിം പീരിയഡ് ലാസ്റ്റ് ഇയർ. ഇനി ഇയറിന് മാത്രമാണ് പ്രിഫറൻസ് എങ്കിൽ ആര് യൂസ് ചെയ്യാം? പ്രീവിയസ് ഇയർ യൂസ് ചെയ്യാം. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഒരു കാർഡ് വിഷ്വൽ സെലക്ട് ചെയ്തു, അതിലോട്ട് ഞാൻ ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്തു. അതുപോലെ വീണ്ടും അടുത്തൊരു കാർഡ് വിഷ്വൽ ആഡ് ചെയ്തു, അതിലോട്ട് ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ ആഡ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ ഒരു സ്ലൈസർ ബിൽഡ് ചെയ്യാൻ പോവാണ്. സ്ലൈസറിലോട്ട് ഞാൻ ഡേറ്റ് ടേബിളില് ഡേറ്റ് ഹൈറാർക്കിയില് ഇയറും മന്തും ആഡ് ചെയ്തു. ഓക്കെ. ഇനി ഞാനിവിടെ 2017 ജാനുവരി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സ്ഥലത്ത് വരാൻ ചാൻസ് ഉള്ള ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? ഇത് 2017 ജാനുവരി ആവും, ഇവിടെ ബ്ലാങ്ക് വരും. താഴെ ബ്ലാങ്ക് വരെയുള്ള റീസൺ എന്താ? 2017 മുമ്പേയുള്ള ഡാറ്റ നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഒരു റിപ്പോർട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ബ്ലാങ്ക് വരുമ്പോൾ നമുക്ക് എപ്പോഴും പറയാൻ പറ്റും ഇതാണ് റീസൺ, ഇതാണ് റീസൺ ഉള്ളത്. അതിന് പകരം ഇവിടെ നോ ഡാറ്റ എന്ന് പ്രിന്റ് ചെയ്ത് വന്നാൽ നമുക്ക് എന്തായി? ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാവും അവിടെ ഡാറ്റ ഇല്ല. നിങ്ങൾ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ പ്രിന്റ് ചെയ്ത് വന്നാൽ അവർക്ക് മനസ്സിലാവും ഇതാണ് ഇഷ്യൂ. അപ്പൊ എന്ത് ചെയ്യണം? ടോട്ടൽ സെയിൽസ് ലാസ്റ്റിനകത്ത് ബ്ലാങ്ക് ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? നോ ഡാറ്റ എന്ന് പ്രിന്റ് ചെയ്യണം. അല്ലെങ്കിലോ ആ സെയിം എക്സ്പ്രഷൻ തന്നെ റിട്ടേൺ ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഈഫ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു ടോട്ടൽ സെയിൽസ് ലാസ്റ്റിന്റെ ഹെൽപ്പോട് കൂടെ അടുത്തൊരു മെഷർ കൂടെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. എന്തായിരിക്കും അതിൽ യൂസ് ചെയ്യുന്ന ലോജിക്? എന്തായിരിക്കും? ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ 0 അല്ല, ബ്ലാങ്ക് ആണെങ്കിൽ, സീറോയും ബ്ലാങ്ക് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാല്യൂ ആണ്. പക്ഷെ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ ഇല്ലാത്ത കണ്ടീഷൻ ആണ് എന്ത് വരുന്നത്? ബ്ലാങ്ക് എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഓക്കെ. അപ്പോ എന്ത് പ്രിന്റ് ചെയ്യണം? ബ്ലാങ്കിന് പകരം നോ ഡാറ്റ എന്ന് പ്രിന്റ് ചെയ്യിക്കണം. ജസ്റ്റ് നമുക്ക് ചെയ്തു നോക്കാം. എന്ത് ചെയ്യുന്നു? ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തു, ന്യൂ മെഷർ, മെഷറിന്റെ പേര് ഞാൻ ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ 1 പാസ് ചെയ്തു,
ഈക്വൽ ടു ആരെ കോൾ ചെയ്യും ഈഫ്. ഇതാണ് ഇവിടെ ഒരു കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യാനുള്ളൂ. ഇത് ഒരു എക്സ്പ്രഷന്റെ ഒരു കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ആര് യൂസ് ചെയ്യാം ഈഫ്. ഒരു എക്സ്പ്രഷന്റെ മൾട്ടിപ്പിൾ കണ്ടീഷനുകൾ ആരെ യൂസ് ചെയ്യേണ്ടി വരും സ്വിച്ച് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷൻ ആരെ ചെക്ക് ചെയ്യേണ്ടത് ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ. എന്ത് ചെക്ക് ചെയ്യണം അത് ബ്ലാങ്ക് ആണോ ചെക്ക് ചെയ്യണം അല്ലേ. അപ്പൊ എന്തെങ്കിലും പാസ് ചെയ്യാം ഈക്വൽ ടു ബ്ലാങ്ക്. ബ്ലാങ്ക് ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യാനാ പറയേണ്ടത് നോ ഡാറ്റ. അല്ലെങ്കിലോ അല്ലെങ്കിൽ സെയിം ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ചെയ്ത് തന്നെ വരണം. അത് ആരൊക്കെ തന്നെ പാസ് ചെയ്താൽ മതി. ആ സെയിം എക്സ്പ്രഷൻ അവിടെ പാസ് ചെയ്താൽ മതി. ക്ലിയർ അല്ല എല്ലാവർക്കും. അപ്പോൾ എപ്പോഴൊക്കെ ബ്ലാങ്ക് വരുന്നുണ്ടോ അത് ഡാറ്റ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടോ അപ്പോഴൊക്കെ അവിടെ എന്ത് പ്രിന്റ് ചെയ്യും നോ ഡാറ്റ എന്ന് പ്രിന്റ് ചെയ്യും. അല്ലാത്ത സമയങ്ങളൊക്കെ എന്ത് റിട്ടേൺ ചെയ്യും ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കും. ഇംപ്ലിമെന്റ് ചെയ്യാൻ വരട്ടെ പറയാം. ഇതെല്ലാവരും ക്ലിയർ അല്ലേ. ഓക്കെ, ഇതേ ലോജിക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒന്നുകൂടെ മാറ്റി എഴുതാൻ പറ്റും. അത് കാണാൻ ഇതുപോലെ തന്നെ ഉണ്ടാവും. ഇവിടെ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്താണ് ചെക്ക് ചെയ്തിരിക്കുന്നത് ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയറിന്റെ ബ്ലാങ്ക് ആണോ അല്ലയോ. ഇതേ കൺസെപ്റ്റ് ചെക്ക് ചെയ്യാൻ നമുക്ക് അവിടെ വേറൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ആ ഫംഗ്ഷന്റെ പേരാണ് ഈസ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈസ് ബ്ലാങ്ക്. ബ്ലാങ്ക് ഉണ്ടോ ഇല്ലയോ. അതിനകത്ത് കൊടുക്കുന്ന വാല്യൂ എപ്പോഴെങ്കിലും ബ്ലാങ്ക് ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. നമ്മൾ അതിനകത്ത് പാസ് ചെയ്യേണ്ട വാല്യൂ എന്തായിരിക്കും ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ. അപ്പൊ ഇത് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയറിനകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ സോറി ബ്ലാങ്ക് ആണെങ്കിൽ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും ട്രൂ. ട്രൂ മീൻസ് നോ ഡാറ്റ. ബ്ലാങ്ക് ഇല്ലെങ്കിലോ ഫോൾസ് മീൻസ് എന്ത് ചെയ്യും സെയിം എക്സ്പ്രഷൻ തന്നെ അവിടെ റിട്ടേൺ ചെയ്യാൻ തുടങ്ങും. എന്ത് ചെയ്യുന്നു അവിടെ കമ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഈക്വൽ ടു ഓപ്പറേറ്റർ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഈസ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആ ഫംഗ്ഷനെ യൂസ് ചെയ്യാം. ബ്ലാങ്ക് ഉണ്ടല്ലോ ചെക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആളാണ് ഈസ് ബ്ലാങ്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കേട്ടോ. ഇപ്പൊ ഈ രണ്ട് മെത്തേഡും ക്ലിയർ ആണോ. ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി എല്ലാവരും. രണ്ട് രീതിയിലും ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം കേട്ടോ. രണ്ട് സെപ്പറേറ്റ് മെഷർ ആയിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തു. ഓൺലൈന് ക്ലിയർ ആണ് എല്ലാവർക്കും. Yes, sir. അപ്പൊ രണ്ട് മെത്തേഡിലും ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ക്ലാസ് ലൈക്ക് കോൾ വന്നിട്ടൊന്ന് മാറിയായിരുന്നു, എനിക്ക് മിസ്സായിരുന്നു. ഹലോ.
ഓൺലൈൻ ചെയ്തവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം. സർ ഞാനൊന്ന് മാറിയായിരുന്നു, ലൈക്ക് കോള് വന്നപ്പോ ഞാൻ മാറിയായിരുന്നു. അപ്പൊ എനിക്ക് ഉം, ഉം. എന്താ എന്താ വിഷ്വൽ എന്താന്ന് മനസ്സിലായില്ല. കണ്ടീഷൻ മനസ്സിലായി, വിഷ്വൽ എന്താ വിഷ്വല് കൊടുത്തിരുന്നത്? ജസ്റ്റ് ഒരു കാർഡ് വിഷ്വല് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോ ബ്ലാങ്ക് ഓക്കെ. വരുന്ന അല്ല സമയത്തൊക്കെ എന്താവും, ഫിൽറ്റർ. ഇവിടെ ഇപ്പം ബ്ലാങ്ക് കാണിക്കുന്നില്ലേ, അതിന് പകരം എന്ത് ചെയ്യും, നോ ഡാറ്റ എന്ന് എഴുതി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊക്കെ കറക്റ്റ് വാല്യൂ റിട്ടേൺ ചെയ്യും. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു കാർഡ് വിഷ്വൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. സോറി, ഒരു കാർഡ് വിഷ്വൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലോട്ട് ഞാനിപ്പം ക്രിയേറ്റ് ചെയ്ത മെഷർ ആഡ് ചെയ്യും. ടോട്ടൽ സെൽഫ് ലാസ്റ്റ് ഇയർ പോവാണ്. ഇപ്പൊ കണ്ടോ, ബ്ലാങ്കിന് പകരം നോ ഡാറ്റ എന്നിട്ടുണ്ട് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടോ, 2017 ജാനുവരി ഫെബ്രുവരി സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഡാറ്റ ഇല്ല, അതിന് കറസ്പോണ്ടിങ് ഡാറ്റ പ്രീവിയസ് ഇയറിലില്ല. അപ്പൊ അവിടേക്ക് എന്തായി, നോ ഡാറ്റ എന്ന് പ്രിന്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇനി എപ്പോഴും കറക്റ്റ് വാല്യൂ കാണിക്കാൻ തുടങ്ങും. 2018 ജാനുവരി സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് വാല്യൂ കാണിക്കും. ഇത് 1.02 എന്ന് കാണിക്കുന്ന റീസൺ, ഇവിടെ ഡെസിമൽ ഇല്ല, ഇവിടെ ഡെസിമൽ വന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. രണ്ടും സെയിം വാല്യൂ തന്നെയാണ്. ഇത് ഡെസിമൽ ഇല്ലാതെ, ഇത് ഡെസിമൽ വെച്ചിട്ട്. ഇത് ഹോൾ നമ്പർ, ഇത് ഡെസിമൽ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയാണ് രുക്മിണി? ആ ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞോ? Okay. ഇനി അടുത്തത് ഇതേ കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. എന്താ, ലാപ്ടോപ്പിൽ നിന്നാണോ മൊബൈലിൽ നിന്നാണോ? ഇവിടെ നിന്ന് പേടിച്ച് പോയി കേട്ടോ, എന്തോ പറ്റിയെന്ന് വെച്ചിട്ട്. ആ, ഞാൻ അതുപോലെ എന്തോ വിചാരിച്ചു പോയി, പെട്ടെന്ന് സൗണ്ട് കേട്ടോ. അപ്പൊ എന്റെ സിസ്റ്റം നിന്നാണോ പ്രൊജക്ടറിൽ നിന്നാണോ, അല്ല ബിൽഡിങ്ങിന് വല്ലതും പറ്റുന്ന വിചാരിച്ചു പോയി. അല്ലെ ഫയലർ അടിക്കുമ്പോൾ ഇപ്പോൾ നെഞ്ചിലൊരു പേടിയാവും. എനിക്ക് പണ്ടത്തെ കുറെ കാര്യങ്ങൾ ഓർമ്മ വരും, അപ്പോൾ അതാ പറയുന്നത്. ഞാൻ പണ്ട് വർക്ക് ചെയ്ത കമ്പനിയിൽ ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തു, ഇവിടെ നല്ല ഡൽഹിയിൽ. അവർ ഇടയ്ക്കിടയ്ക്ക് മോക്ക് ഡ്രിൽ അടിക്കും. ഇവിടെയല്ല, ഞാൻ ഫസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുള്ള ട്രെയിനിങ് സമയത്ത്, ആ സമയത്ത് അവർ ഇടയ്ക്കിടയ്ക്ക് മോക്ക് ഡ്രിൽ ചെയ്യിക്കും നമ്മളെ, അതായത് അതുമായിട്ട് യൂസ് ടു ആവാൻ. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ ലാബിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞു മോക്ക് ഡ്രിൽ അടിക്കുന്നില്ല കാര്യം, പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചറോട് ഇത് പറഞ്ഞിട്ടില്ല. ഉം. ആള് മലയാളിയാണ്, പക്ഷെ ബാംഗ്ലൂർ ആയിരുന്നു. ഇപ്പൊ ഒരു മോക്ക് ഡ്രിൽ അടിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് പറ്റിക്കുന്ന പരിപാടിയാണ്. നമ്മൾ ഓടിയില്ല, മിസ് ഒരൊറ്റ ഓട്ടം സ്പീഡിൽ ഓടിപ്പോയി. ആളെന്ത് ചെയ്യുന്ന പോയ പോലെ തിരിച്ചു വരുന്നത്, ഞാൻ മൊബൈൽ എടുക്കാൻ മറന്നു എന്ന് പറയും. ഉം. അതൊരു ഇൻസിഡന്റ്. അതിനുശേഷം ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവിടെ പിന്നെ ഇവര് പറയൂല മോക്ക് ഡ്രില്ലാന്ന് ഒരിക്കലും പറയില്ല. അവർ ജസ്റ്റ് ട്രയൽ അടിക്കുന്നത് എല്ലാവരും. അവർ വിത്തിൻ സെക്കൻഡ് ആ ഒരു ഫയർ പോയിന്റിൽ വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നാട്ടിൽ പോകാൻ ലീവ് ഒന്നും കിട്ടാതിരുന്ന ഒരു സമയമായിരുന്നു. ഇങ്ങനെ മടുത്ത് നിൽക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, എങ്ങനെ നാട്ടിൽ പോകണം. ഫയറെല്ലാം അടിച്ചു. എന്റെ ഫസ്റ്റ് മനസ്സിൽ വന്ന കാര്യം എന്താ അറിയോ, തീ പിടിച്ചതല്ല, ഓ നാട്ടിൽ പോവാനോ. ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നു. ഓടി മൊബൈലൊക്കെ എടുത്തെല്ലാം സെറ്റ് ആവുന്ന സമയത്ത് ഇവർ പറഞ്ഞ് മോക്ക് ഡ്രില്ലാതെ. എനിക്കപ്പോൾ അത് ഓർമ്മ വരുവാ. ആദ്യമായിട്ടൊരു മോക്ക് ഡ്രില്ലിനെ ഇത്രയും സന്തോഷിച്ചൊരു സമയം അതായിരിക്കും. അത് തീ പിടിച്ചെന്നാണ് അതിന്റെ മീനിങ്. അതായത് അപ്പുറന്ന് ഫയർ എഞ്ചിൻ ഓടി വരുന്നു, ആംബുലൻസ് കമ്പനിയുടെ അകത്ത് ചാടിക്കേറി വരുന്നു, എല്ലാവരും ഓടി ഒരു സ്ഥലത്ത് കൂടുന്നു, ഫുള്ള് ബഹളം. ആ സിറ്റുവേഷനിൽ എന്റെ ഉള്ളിൽ നേരം എന്താ, നാട്ടിൽ പോകാനോ. ആദ്യമായിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാണ് കേട്ടോ. അതിനുശേഷം അതൊക്കെ മാറി. അതുകൊണ്ട് ഇതുപോലെ സൗണ്ട് ഒക്കെ എപ്പോഴും അന്നത്തെ ഓടിപ്പോയി നിന്നിട്ട് നമ്മളെ മലയാളീസൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ആ സമാധാനം, ഇപ്പോഴൊന്നും കമ്പനി വർക്കാവില്ല, കുറച്ചു കാലത്തേക്ക് നാട്ടിൽ പോയിരിക്കുക എന്നുള്ളതായിരുന്നു മനസ്സിലുള്ള ആറ്റിറ്റ്യൂഡ് കേട്ടോ. നിങ്ങൾ ഐ ടി കമ്പനി കയറി അവിടെ മോക്ക് ഡ്രിൽ ഉണ്ടാവും എനിക്കറിയില്ല. മെക്കാനിക്കൽ കമ്പനിയിലാണെങ്കിൽ ഉറപ്പായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെറുതെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടാവും. ഓക്കെ, അതേ സൗണ്ട് ഇപ്പൊ എനിക്ക് അടിച്ചു കേട്ടത് ക്ലാസ്സിൽ. നെഞ്ചിൽ ഇങ്ങനെ ഒരു ഇത് വരല്ലേ, ഇതുപോലെ ഒരു സൗണ്ട് ഉണ്ട്. അത് ആരാന്നറിയോ, ടീംസിന്റെ മീറ്റിംഗ് വരുന്ന ഒരു കോള്. അത് രുക്മിണിക്ക് നന്നായിട്ട് അറിയായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് നന്നായിട്ട് അറിയായിരിക്കും. അത് അടിക്കുന്നതിനും ഇപ്പോഴും നെഞ്ചിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ, ഒരു അറ്റാക്ക് വരുന്ന ഒരു ഫീൽ ആവും. അപ്പൊ ഇവിടെ നിന്ന് മൊബൈലിൽ നിന്നൊക്കെ ആ ഒരു ടൂൺ ലിങ്ക് എന്താണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കാണാറില്ലേ,
ആ സൗണ്ട് എവിടെ നിന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ എന്റെ നെഞ്ചിന് 3 വർഷം പുറകിലോട്ട് പോകും. അയ്യോ, സാറ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു എനിക്കൊരു കോള് വരുന്നു. അതന്നെ അപ്പോൾ അടിക്കുമ്പോൾ നെഞ്ചിലൊരു ഇതായിരിക്കും. ശരി, ഇനി എന്താ അടുത്ത് സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതുപോലത്തെ സൗണ്ട് ഒന്നും ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ആക്കി വെക്കരുത് കേട്ടോ. ഉം. ഇപ്പം കുറെ കാലമായിട്ട് അതൊന്നും ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ ജീവിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ എല്ലാവരും ക്ലിയർ ആണോ? അപ്പോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇതിനേക്കാളും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ പേരാണ് കോളീസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. കോളീസ്, COALESC. അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ ഞാൻ ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. പറയുമ്പോൾ എത്രത്തോളം ഫീൽ ആവുന്ന അറിയില്ല, ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ മെഷറിന്റെ പേര് ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ 2 എന്ന് പാസ് ചെയ്തു. അതിന് ഒരുപാട് അപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതാണ് ഫംഗ്ഷൻ. ഫംഗ്ഷനകത്ത് കൊടുക്കേണ്ട ആർഗ്യുമെന്റ്സ് കണ്ടോ? വാല്യൂ 1 കോമ വാല്യൂ 21 കോമ എക്സിട്ര എക്സിട്ര എന്ന് കാണും. മീൻസ് വാല്യൂ 22, വാല്യൂ 23, വാല്യൂ 24, വാല്യൂ 25, അങ്ങനെ n നമ്പർ ഓഫ് കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. കണ്ടീഷൻ അല്ല, n നമ്പർ ഓഫ് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് വർക്ക് ചെയ്യുക മീൻസ് ഫസ്റ്റ് കൊടുക്കുന്ന ആളെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. ഫസ്റ്റ് കൊടുക്കുന്ന എക്സ്പ്രഷൻ എപ്പോഴെങ്കിലും ബ്ലാങ്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് ആര് വരും? നെക്സ്റ്റ് ആളോട് വർക്ക് ചെയ്യാൻ പറയും. ഇനി ആളും ബ്ലാങ്ക് ആണെങ്കിൽ എന്ത് ചെയ്യും? തേർഡ് വരുന്ന ആളോട് വർക്ക് ചെയ്യാൻ പറയും. അതും ബ്ലാങ്ക് ആണെങ്കിൽ ഫോർത്ത് വരുന്ന ആളോട് വർക്ക് ചെയ്യാൻ പറയും. അതായത് സ്റ്റാർട്ടിങ് എവിടെ നിന്നായിരിക്കും? ഫസ്റ്റ് കൊടുക്കുന്ന ആൾ തൊട്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഫസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ. ഓക്കെ, എന്നിട്ട് ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ കൊടുത്തിട്ട് പറയാണ്, നിനക്ക് എപ്പോഴെങ്കിലും ബ്ലാങ്ക് വരുന്നുണ്ടെങ്കിൽ നീ ആരെ കോൾ ചെയ്തോളൂ? ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് 6 മന്തിനെ എടുത്തു. ഇനി നിനക്കും ബ്ലാങ്ക് വരുന്നുണ്ടെങ്കിൽ അടുത്ത ആളെ എടുത്തോ? ഞാൻ ടോട്ടൽ സെയിൽസ് പ്രീവിയസ് മന്ത് കൊടുത്തു. ഓക്കെ, ലാസ്റ്റ് പറയാണ് ഇയാൾക്കും ബ്ലാങ്ക് വരാറോ? ഞാൻ പറയാണ് ടോട്ടൽ ക്വാണ്ടിറ്റി റിട്ടേൺ ചെയ്തു. ജസ്റ്റ് വെറുതെ കുറച്ച് ആൾക്കാരെ കൊടുത്തു നോക്കി എന്താണ് വാല്യൂ ഔട്ട്പുട്ട് വരുന്നത് നോക്കാൻ ഫംഗ്ഷൻ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു, എൻറ്റർ ചെയ്തു. എന്ത് ചെയ്തു? കാർഡ് വിഷിൽ സെലക്ട് ചെയ്തു, അതിലോട്ട് ആ മെഷർ ആഡ് ചെയ്തു നോക്കാം. അതിനുശേഷം ഞാൻ സ്ലൈസർ അവിടെ വെച്ചു, മെഷർ ഓക്കെ. ഇപ്പം കറന്റ് ഞാൻ ഏതാ സെലക്ട് ചെയ്തിരിക്കുന്നത്? 2018 ജാനുവരി. 2018 ജാനുവരി സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരാൾക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആൾ പറയും ഞാൻ വർക്ക് ചെയ്തോളാം, ബാക്കി ആരും അങ്ങോട്ട് വരണ്ട. ഓക്കെ, ഇനി ഞാൻ 2017 ജാനുവരി സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്തായി? ഇയാൾ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല, നീ ഒന്ന് നോക്ക്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇയാൾക്കും എന്താണ് ഡാറ്റ ഇല്ല. ഇയാൾ പറയും എന്നെ കൊണ്ടും പറ്റില്ല, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇയാളെ പറയും എന്നെ കൊണ്ടും പറ്റില്ല, അടുത്ത ആളോട് ട്രൈ ചെയ്യാൻ. അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പറ്റുന്നുണ്ട്. അപ്പൊ കറക്റ്റ് വാല്യൂ റിട്ടേൺ ചെയ്തു. ഇനി 2017 ഫെബ്രുവരി സെലക്ട് ചെയ്യാണ്. അപ്പൊ ഇതെന്തായി? ബ്ലാങ്ക്. ഇതിന് ചെയ്യാൻ പറ്റില്ല. ഇയാളോട് പറയും ഇയാൾക്കും പറ്റില്ല, ഇയാളോട് പറയും ഇയാൾ പറഞ്ഞ എന്താണ്? ഇത് ഞാൻ ചെയ്തോളാം, അടുത്ത ആളോട് പോകണ്ട. അപ്പൊ എന്തായി? 1 മിനിറ്റ് മീൻസ് 2017 ജാനുവരിയിലെ വാല്യൂ. മാർച്ച് സെലക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഫെബ്രുവരി ഇത് കിട്ടും. ഏപ്രിൽ സെലക്ട് ചെയ്യുമ്പോഴും കിട്ടും, മെയ് സെലക്ട് ചെയ്യുമ്പോഴും കിട്ടും, ജൂൺ സെലക്ട് ചെയ്യുമ്പോഴും കിട്ടി. ഇനി ജൂലൈ സെലക്ട് ചെയ്യുമ്പോൾ എന്തായി കണ്ടീഷൻ? ഇത് ബ്ലാങ്ക് ആയിരിക്കും സ്റ്റിൽ, പക്ഷെ ആര് വർക്കായി? ഈ ഒരാൾ വർക്കായി. അപ്പൊ ഇത് എന്തായി? 2017 ജാനുവരി അടിയായി. ഇല്ല, ജൂണിലത് തൊട്ട് മുമ്പത്തെ മെയിലത് കാണിക്കുന്നതാണ്. വാല്യൂ നോക്കണം. ജൂലൈ എന്ന് പറയുമ്പോൾ നേരെ 6 മാസം മുമ്പ് വരെ ജാനുവരി ആയി. ഇയാൾ വർക്കായി. ഇയാൾ പറഞ്ഞു ഇനി അങ്ങോട്ടുള്ള ആൾക്കാർക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, ഞാനെല്ലാം ചെയ്തോളാം. ഓഗസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവുക? ഇത് വർക്ക് ചെയ്യും. സെപ്റ്റംബർ ആകുമ്പോഴും ഈ ഒരാൾ തന്നെ വർക്ക് ചെയ്യും. ആ ആളുടെ റോൾ എവിടുന്ന് പോകും? 2018 ജാനുവരി ആകുമ്പോൾ ആര് പറയും? ഇയാൾ പറയും ഇനി ബാക്കി ആരും വേണ്ട, ഞാൻ മാത്രം ഒറ്റ കാര്യങ്ങൾ കൺട്രോൾ ചെയ്തോളാം. ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരാണ് കോളീസ്. കണ്ടോ? പിന്നെ ഒരുപാട് രീതിയിൽ അപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് വേണ്ട സിറ്റുവേഷനോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ കൺവേർട്ട് ചെയ്യാം. നമുക്ക് വേണ്ട സിറ്റുവേഷൻ എന്താ വേണ്ടു? ഈ ഒരാളെ ചെക്ക് ചെയ്തിട്ട് ബ്ലാങ്ക് ആണെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? നോ ഡാറ്റ എന്ന് പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞാൽ മതി. അതിന് പകരം എന്ത് ചെയ്യണ്ട? ഇത്രയാളെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് പകരം നേരെ എന്ത് ചെയ്താൽ മതി? ഒരു വാല്യൂ കൊടുക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ വാല്യൂ എങ്ങനെയും കൊടുക്കാം. ജസ്റ്റ് ടെക്സ്റ്റിൽ
നോ ഡാറ്റ എന്ന് പാസ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? അത് ഇയാളുടെ ബ്ലാങ്ക് ആണെങ്കിൽ എന്ത് മാത്രം മതി? നോ ഡാറ്റ എന്ന് മാത്രം കാണിച്ചാൽ മതി. വേറെ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യണ്ട. ബ്ലാങ്ക് അല്ലെങ്കിൽ എന്ത് ചെയ്തോളും? ഞാൻ തന്നെ വർക്ക് ചെയ്തോളും. ഇത് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്രഷൻ മാത്രമല്ല, അത് ഏത് വാല്യൂ ആകാം. എക്സ്പ്രഷൻ ആകാം, ടെക്സ്റ്റ് ആകാം, ഡേറ്റ് ആകാം, ന്യൂമറിക് ആകാം, എന്ത് വേണമെങ്കിലും പാസ് ചെയ്യാം. ഇവിടെ വേണം എന്ത് ചെയ്യാം? ബ്ലാങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് 1 2 3 4 വേണമെങ്കിൽ അത് പ്രിന്റ് ചെയ്യിക്കാം. ഇതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 1 2 3 4 1 2 3 4 എന്ന് പ്രിന്റ് ആവും. ഇത് പിന്നെ ഒരിക്കലും ബ്ലാങ്ക് ആവില്ലല്ലോ, ഇതൊരു ഫിക്സഡ് ആണല്ലോ. എക്സ്പ്രഷൻ ആകുമ്പോൾ എന്താവും? അത് ബ്ലാങ്ക് ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പകരം ഞാൻ ഇവിടെ എന്ത് പാസ് ചെയ്യുന്നു? നോ ഡാറ്റ. നമ്മുടെ കണ്ടീഷൻ ചെയ്യാൻ ഇത് മതി. ഒരുപാട് ആൾക്കാർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആര് യൂസ് ചെയ്യാം? ഈസി ആയിട്ട് കോളീസ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അല്ലാതെ ഇതൊക്കെ ലോജിക്കായിട്ട് എഴുതുന്നത് എന്തായിരിക്കും? നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഒരുപാട് കൺസെപ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകേണ്ടി വരും. അതിനേക്കാളും ബെസ്റ്റ് ആര് യൂസ് ചെയ്താൽ മതി? കോളീസ് ഫംഗ്ഷന് അതിന് പകരം അവിടെ യൂസ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഓൺലൈൻ ക്ലിയർ ആണ് എല്ലാവർക്കും ഈ ഒരു ഫംഗ്ഷന്റെ കൺസെപ്റ്റ്? യെസ് സർ. അപ്പൊ പ്രോപ്പർ ആയിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് ഇതൊരു ലോജിക്കൽ ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ, കോളീസ്. ആ ഒരു സീക്വൻസ് ഓർഡറിൽ ബ്ലാങ്ക് ഉണ്ടോ ഒക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ലോജിക് എഴുതിയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആര് യൂസ് ചെയ്താൽ മതി? കോളീസ് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. നിങ്ങൾ രണ്ട് ഇതിലും ട്രൈ ചെയ്ത് നോക്കിട്ടോ കോളീസ് ഫംഗ്ഷന്. ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ? ഓൺലൈൻ എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? യെസ് സർ, ചെയ്ത് കഴിഞ്ഞു സർ. അപ്പോൾ ലോജിക്കൽ ഫംഗ്ഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ക്ലിയർ ആയോ? Okay. ഇനി ഇതുപോലെ നമ്മൾ അടുത്തൊരു വിഷ്വലാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും പഠിച്ചൊരു വിഷ്വൽ തന്നെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ കാർഡ് വിഷ്വൽ പഠിച്ചു. ഇതിനെ കാർഡ് വിഷ്വൽ യൂസ് ചെയ്യുന്നത് ഒരു വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യാൻ. ഓക്കെ. പക്ഷെ അതിനകത്ത് നമുക്ക് അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റും? ഒരൊറ്റ ഒരാളെ മാത്രമേ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റൂ. മൾട്ടിപ്പിൾ വാല്യൂസിന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുപോലെ ഇപ്പൊ ഒരു വാല്യൂ കാണിക്കുമ്പോൾ അതിന്റെ കൂടെ ഇമേജോ കാര്യങ്ങളോ ആഡ് ചെയ്യാം. പോസിബിൾ ആണോ?
അതെന്താണ് കാർഡ് വിഷ്വൽ പോസിബിൾ അല്ല. അത് കാർഡ് വിഷ്വലിന്റെ ഫോർമാറ്റിംഗ് എന്താണ് വളരെ ലിമിറ്റഡ് ആണ്. നമുക്ക് അധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന അടുത്തൊരാളുണ്ട്. അതാണ് കാർഡ് ന്യൂ എന്ന് പറയുന്ന വിഷ്വൽ. കാർഡ് ന്യൂ ഈ ബിൽഡ് പെയിനിൽ വന്നാൽ തന്നെ കാണാൻ പറ്റും. ഏറ്റവും ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ നമ്മുടെ നോർമൽ കാർഡിന്റെ മുകളിൽ തന്നെ ഒരു ഡിമിന്നൽ സിമ്പിളൊക്കെ വെച്ചിട്ടുള്ള ഒരാളെ കാണാൻ പറ്റും. അതാണ് കാർഡ് ന്യൂ. ഈ ഡിമിന്നൽ ലൈറ്റിൽ എന്ത് കിട്ടും? സൂപ്പർ പവർ കിട്ടുമല്ലേ? അതേ കൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അത് നോർമൽ കാർഡിന് എന്ത് ചെയ്തു? ഡിമിന്നൽ ഏൽപ്പിച്ചപ്പോൾ എന്തായി? അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ കിട്ടി. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ കസ്റ്റമൈസബിൾ ചെയ്യാൻ പറ്റുന്ന കാർഡ് വിഷ്വലാണ് കാർഡ് ന്യൂ. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കാർഡ് ന്യൂ സെലക്ട് ചെയ്തു. ഓക്കെ, കാർഡ് ന്യൂടെ അകത്തോട്ട് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് നമ്മുടെ ടോട്ടൽ സെയിൽസിനെ ആഡ് ചെയ്യും. ടോട്ടൽ സെയിൽസ്. പിന്നെ ഇതിലോട്ട് നേരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വിഷ്വലിന്റെ അകത്തോട്ട് ഇടരുത് കേട്ടോ. കാർഡ് ന്യൂവിന്റെ അകത്ത് ഒരുപാട് ഫീൽഡ് ഉണ്ടാവും. ഡാറ്റ, കാറ്റഗറി, ടൂൾ ടിപ്സ്. അതിലോട്ട് ആരിലോട്ട് ആഡ് ചെയ്യാം? ഡാറ്റയിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. നേരെ പോയിട്ട് ഇതുവരെ ചെയ്ത പോലെ വിഷ്വലിൽ ഇടുന്ന പോലെ അതിലോട്ട് പിടിച്ചു പോയിടരുത്. അവിടെ ഇഷ്യൂ പറ്റും. ഇപ്പൊ എന്തായി? ഒരു മെഷർ ആയില്ലേ? എനിക്ക് ഇതിന്റെ കൂടെ പ്രോഫിറ്റ് കാണിക്കണം. എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ഇതിന്റെ കൂടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ കണ്ടോ? രണ്ടാൾക്കാരെ കാണാൻ പറ്റി. കാർഡ് വിഷ്വൽ ഇത് പോസിബിൾ ആയിരുന്നോ? അല്ല. ഇനി ഇതിന്റെ കൂടെ എനിക്ക് ക്വാണ്ടിറ്റി കാണിക്കണം. ക്വാണ്ടിറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ഇതിന്റെ കൂടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. കുറച്ച് വലുതാക്കിയാൽ കാണാം. ഇനി ഇതിന്റെ കൂടെ കോസ്റ്റ് കാണിക്കണം. കോസ്റ്റ് എന്ത് ചെയ്യാം? ഇതിന്റെ കൂടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. പക്ഷെ കോസ്റ്റ് അവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി കേട്ടോ. അറ്റ് എ ടൈം എന്തേ കാണും? 3 ആൾക്കാരെ മാത്രമേ കാണാൻ പറ്റൂ. ഇനി ഇതിന്റെ കൂടെ പ്രോഫിറ്റ് മാർജിൻ വേണം. എന്ത് ചെയ്യാം? അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ അറ്റ് എ ടൈം എന്തായി? 5 ആൾക്കാരെ കാണിച്ചു. പക്ഷെ എത്ര വലുതാക്കിയാലും എന്തേ കാണാൻ പറ്റുന്നുള്ളൂ? 3 ആൾക്കാരെ മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ എനിക്ക് എത്ര ആൾക്കാരെ കാണണം? 5 പേരെ കാണണം. അപ്പൊ നേരെ എന്ത് ചെയ്യാം? അതിന്റെ ഫോർമാറ്റ് യുവർ വിഷ്വൽസിലോട്ട് വരുവാം. അപ്പൊ അതിന്റെ ഫോർമാറ്റ് വരുമ്പോൾ ഒരുപാട് കാർഡ് വിഷ്വൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് കാണാം? മൾട്ടി കാർഡ് ലേഔട്ട്. ലേഔട്ടിന്റെ ഫസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റണം? കൺട്രോൾ ചെയ്യണം. ലേഔട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ചോദിക്കും എന്താണ് വേണ്ട ലേഔട്ട്? ഹൊറിസോണ്ടൽ ആണോ, വെർട്ടിക്കൽ ആണോ? ഇപ്പൊ ഏതാ ഉള്ളത്? ഹൊറിസോണ്ടൽ. അപ്പോൾ ഹൊറിസോണ്ടലിൽ താഴെ ചോദിക്കും മാക്സിമം എത്ര ആൾക്കാരെ ഡിസ്പ്ലേ ചെയ്യണം. ഡിഫോൾട്ട് അത് 3 ആയിരിക്കും. അത് മാറ്റിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു? 5 കണ്ടോ? അപ്പോൾ വലുതാക്കിയാലും എത്ര ചെറുതാക്കിയാലും അറ്റ് എ ടൈം 5 ആൾക്കാരുണ്ടാവും. കണ്ടോ? ഇതാണ് ആ ഒരു കൺസെപ്റ്റ്. ഇനി വെർട്ടിക്കൽ എന്തായിരിക്കും? നേരെ വെർട്ടിക്കൽ ആക്കി മാറ്റും ഈ രീതിയിൽ. ഇനി ഗ്രിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റോസും കോളംസും ആക്കാം. ഇവിടെ കാണാം ഒരു റോയും 5 കോളംസ്. എന്ത് ചെയ്യാം? 2 റോസും 3 കോളംസും. ഇങ്ങനെയാണ് രീതിയിലാക്കും. ഉണ്ടാവും. അത് നിങ്ങളൊരു മെട്രിക്സ് പോലെ ആ രീതിയിലാണെങ്കിൽ ആ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇത് തൽക്കാലം ഹൊറിസോണ്ടൽ തന്നെയാക്കി 5 ആക്കി. ഇത് ക്ലിയർ ആണല്ലോ അവർക്കും? ഇനി ലേഔട്ടിന്റെ താഴെ വേണമെങ്കിൽ ഷേപ്പ് കാണാൻ പറ്റും. ഷേപ്പ് മീൻസ് ഇതിന്റെ കോർണേഴ്സ് എന്ത് ചെയ്യുകയാണെങ്കിൽ റൗണ്ട് ചെയ്യാം. ഇത് മൊത്തത്തിലാണ് കേട്ടാവുന്നത്. സോറി, അതിന്റെ താഴെ എന്ത് ചെയ്യാം? ഓരോ കോർണേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ റൗണ്ട് ചെയ്യാം. എന്നാണ് 100% ഇടാം. അതിന് എനിക്ക് ഒന്ന് ഫസ്റ്റ് ബോർഡർ ഓൺ ആക്കണം തോന്നുന്നു. ബോർഡർ ഇട്ടിട്ട് ചെയ്യണം. ബോർഡർ ഇട്ട് അതിന്റെ ട്രാൻസ്പെറൻസി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. ഇത് ഈ വിഷ്വലിന്റെ ഔട്ട്പുട്ടിലാണ് പോകുന്നത് കേട്ടോ. തൽക്കാലം ഇപ്പൊ അതിലോട്ട് പോകണ്ട, ഞാൻ പിന്നീട് കാണിച്ചു തരാം. അതിന് താഴെ വേറൊരു ഓപ്ഷൻ. ഇതിന്റെ ഓരോന്നിന്റെയും പോണത് താഴെ എന്ത് കാണാൻ പറ്റും? കാർഡ്സ്. കാർഡ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ഷേപ്പ്. ഷേപ്പിൽ എന്ത് ചൂസ് ചെയ്താൽ മതി? റൗണ്ട് റെക്ടാങ്കിൾ ഉണ്ടാവും. അപ്പൊ എല്ലാം ഒരുമിച്ച് റൗണ്ട് ആയി. അതിന്റെ റൗണ്ടഡ് കോർണേഴ്സ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എത്രത്തോളം റൗണ്ട് ചെയ്യണം? ഇപ്പൊ 100% എടുത്താൽ നല്ല രീതിയിൽ റൗണ്ട് ആവും. ഇനി അതിനെ വീണ്ടും നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യണം. എന്ത് ചെയ്യാം? കസ്റ്റമൈസ് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കോർണർ വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ റൗണ്ട് ചെയ്യാൻ പറ്റും. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് മാത്രം ചെയ്യാം. ഇനി ഓരോന്നും സെപ്പറേറ്റ്ലി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? കസ്റ്റമൈസ് ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതിന്റെ താഴെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട്, ബോർഡർ, ഷാഡോ ഒക്കെ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ വേണം എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ഇവിടെ ഗ്രേ ഷെയ്ഡ് പാസ് ചെയ്തു. ലൈറ്റ് ഗ്രേ.
അതിന് ബോർഡർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബോർഡർ കൊടുക്കാം. 3D എഫക്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷാഡോ കൊടുക്കാം. ഷാഡോക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ. ഔട്ട് സൈഡ് ഔട്ട് സൈഡ്, ഇൻസൈഡ് ഇൻസൈഡ്, എവിടുന്ന് എങ്ങോട്ട് ഷാഡോ പോകണമെന്നൊക്കെ വേണം എന്ത് ചെയ്യാം, നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഗ്ലോ, അത് ഒന്നുകൂടെ സൈഡിൽ നിന്ന് ഏതെങ്കിലും കളേഴ്സ് ഒക്കെ ഇങ്ങനെ ഗ്ലോ ചെയ്ത് കാണിക്കുന്നത് അത് യൂസ് ചെയ്യാം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതില് ഈ ഒരു മൾട്ടി കാർഡ് ലേഔട്ടും കാർഡ്സും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ. കാർഡ് ന്യൂ ആക്റ്റീവ് ചെയ്യുക, എന്നിട്ട് അതില് മൾട്ടി കാർഡ് ലേഔട്ടും കാർഡ്സും ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കിയില്ല അവർ. അപ്പോൾ കാർഡിന് ഇവിടെ ഒരു ഫീച്ചർ പറഞ്ഞ എന്താണ്, മൾട്ടിപ്പിൾ മെഷേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. കണ്ടോ, ഓൺലൈൻ എല്ലാവരും ചെയ്ത് നോക്കി. ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി കാർഡിന് ഇവിടെ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഒരുപാട് വാല്യൂസ് ഉണ്ടല്ലേ. ടോട്ടൽ സെയിൽസ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, കോസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്. എനിക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള വാല്യൂ കൂടെ ഡിസ്പ്ലേ ചെയ്യണം. ടോട്ടൽ സെയിൽസിന്റെ കൂടെ ടോട്ടൽ സെയിൽസ് പ്രീവിയസ് ഇയർ, ലാസ്റ്റ് ഇയർ, പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ, ക്വാണ്ടിറ്റി ലാസ്റ്റ് ഇയർ, കോസ്റ്റ് ലാസ്റ്റ് ഇയർ, മാർജിന്റെ പ്രീവിയസ് ഇയർ, ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുമല്ലേ. പക്ഷെ അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഓരോന്നിന്റെ കൂടെ വേണം എന്ത് ചെയ്യാം, എക്സ്ട്രാ ലേബൽസ് നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ആര് യൂസ് ചെയ്യാം, ഈ റെഫറൻസ് ലേബൽസ് യൂസ് ചെയ്യുക. കണ്ടോ, റെഫറൻസ് ലേബൽസ്. ഓരോ ലേബലിന്റെ കൂടെയും ഓരോ വാല്യൂവിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ റെഫറൻസ് വാല്യൂസ് വീണ്ടും ആഡ് ചെയ്യാം. ഞാൻ റെഫറൻസ് ലേബൽസ് എന്താണ് എക്സ്പാൻഡ് ചെയ്തു. അവിടെ ഫസ്റ്റ് ചോദിക്കും ആരുടെ കൂടെയാണ് റെഫറൻസ് ലേബൽ വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് ഓൾ ആയിരിക്കില്ല, ഏതെങ്കിലും ഒരു മെഷർ സെലക്ട് ആയിട്ടുണ്ടാവും. ഏതാണ്, ടോട്ടൽ സെയിൽസ്. എനിക്ക് ടോട്ടൽ സെയിൽസിന്റെ കൂടെ എന്ത് കൂടെ ഡിസ്പ്ലേ ചെയ്യണം, ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ. ജസ്റ്റ് ആ ആഡിന്റെ അവിടെ എന്തായിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി, ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. പക്ഷെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നോർമൽ വാല്യൂയും റെഫറൻസ് ലേബലും തമ്മിൽ എന്തായി, ഒരു ഡിവൈഡർ വന്നു അല്ലേ. ജസ്റ്റ് താഴത്തോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം, അപ്പൊ അവിടെ എന്ത് കാണാൻ പറ്റും, ഡിവൈഡർ. ആ ഡിവൈഡർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്താൽ മതി കേട്ടോ. ഒരു സിംഗിൾ കാർഡ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ടോട്ടൽ സെയിൽസിന്റെ കൂടെ തന്നെ അതിനെ റെഫർ ചെയ്യുന്ന ആളെയും കാണാൻ പറ്റുമല്ലോ. ഇതുപോലെ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും മുകളിലോട്ട് വരിക, സെലക്ട് സീരീസിൽ ആരെ ചൂസ് ചെയ്യാം, പ്രോഫിറ്റിന്റെ കൂടെ എനിക്ക് എന്ത് വേണം,
പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ, അതിലോട്ട് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും പോയിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡർ അവിടെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓരോ നമ്മൾ മാനുവലി ചെയ്യേണ്ടി വരും. ഒരു സിംഗിൾ കാർഡ് പോലെ കാണാൻ പറ്റും. ഇത് എന്ത് ചെയ്യാം, ഓരോ മെഷേഴ്സിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റിലേറ്റ് ചെയ്യുന്ന റെഫറൻസ് ലേബിൾസ് കൂടെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ അവർക്കും? ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. നമുക്കൊരു നോർമൽ കാർഡ് വിഷ്വലിനെ ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു റീഫ്രഷ് വേർഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ആക്ച്വലി കാർഡ് ന്യൂ യൂസ് ചെയ്യുന്നത്. കാർഡ് ന്യൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇനി ഇതിനേക്കാളും അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. നമുക്ക് ഓരോ മെഷേഴ്സിന്റെ കൂടെയും വേണമെങ്കിൽ, അല്ലെങ്കിൽ ഓരോ വാല്യൂസിനെയും കൂടെ വേണമെങ്കിൽ ഇമേജസിനെ ആഡ് ചെയ്യാൻ പറ്റും. എന്തിനാണ് ഇമേജിനെ ആക്ച്വലി ആഡ് ചെയ്യുന്നത്? പെട്ടെന്ന് ആ വാല്യൂ എന്തിനാണ് റെഫർ ചെയ്യുന്നത് മനസ്സിലാക്കാൻ. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇമേജസ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇമേജ് ആഡ് ചെയ്യാൻ റെഫറൻസ് ലേബലിന് തൊട്ട് താഴെ എന്ത് കാണാൻ പറ്റും, ഇമേജസ്. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് കേട്ടോ. ഹലോ, ഇമേജസിന് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. നേരെ ഇമേജസ് അവിടെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ അവിടെ ഫസ്റ്റ് ചോദിക്കും സീരീസ് ഓൾ. നമ്മൾ എല്ലാവർക്കും കൂടെ ഒരു ഇമേജ് എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ അതവിടെ മാറ്റിയിട്ട് ആർക്കാണ് ഇമേജ് വേണ്ടത് അത് ചൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഡിഫോൾട്ട് ആയിട്ട് ഓൾ കൊടുത്തതിൽ ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ.
നമ്മൾ ബാക്കി എല്ലാ സെറ്റിംഗ്സും പവർ ബി സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. റെഫറൻസ് ലെവൽ ആഡ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ഓൾ ഡിഫോൾട്ട് സെലക്ടഡ് അല്ല, ഓൾ ഉണ്ടെങ്കിലും ആ ഡിഫോൾട്ട് സെലക്ഷനിൽ ഇല്ല. പക്ഷെ ശരിക്കും ഇമേജസിലും അത് തന്നെയായിരുന്നു വേണ്ടത്. അടുത്ത അപ്ഡേറ്റിൽ മേ ബി അവർ ചേഞ്ച് ചെയ്യായി. എന്ത് ചെയ്തു, ടോട്ടൽ സെൽ സെലക്ട് ചെയ്തു. അപ്പൊ താഴെ ഇമേജ് പറഞ്ഞ ഫീച്ചർ ഓഫ് ആയിട്ടുണ്ടാവും. അത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഓൺ ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിൽ ഇമേജിനെ കോൾ ചെയ്യാന്നാ പറയുന്നത്. ഒന്നൊരു ഫിക്സഡ് ഇമേജും, അല്ലെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം, ഒരു യു ആർ എല്ലിനെ ബേസ് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ എന്റെ സിസ്റ്റത്തിന്റെ അകത്തുള്ള ഇമേജിനെയും, യു ആർ എന്ന് പറഞ്ഞാൽ അറിയാലോ, യു ആറിനെ ബേസ് ചെയ്തിട്ട് കോൾ ചെയ്യാം. ഞാൻ ഫസ്റ്റ് നോർമൽ ഇമേജ് സെലക്ട് ചെയ്യുന്നു. അതെന്ത് കാണാം, ബ്രൗസ്. അപ്പോൾ സിസ്റ്റത്തിന്റെ അകത്തുള്ള എവിടെയാണ് ഇമേജ് ഇല്ലെന്ന് ചോദിക്കണം. ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒരു ഇമേജിനെ സെലക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓപ്പൺ കൊടുത്തു, കണ്ടോ ഇമേജ് അവിടെ വന്നു. ഇനി ഇമേജ് അവിടെ വന്നു കഴിഞ്ഞാൽ എന്തായി, എനിക്ക് വേണ്ട സ്ഥലത്തുള്ളത് വന്നിരിക്കുന്നത്. താഴത്തോട്ട് ഒരു വന്നിട്ടുണ്ടാവും, പൊസിഷൻ കാണാൻ പറ്റും. ഡിഫോൾട്ട് ആയിട്ട് റൈറ്റ് ഓഫ് ടെക്സ്റ്റ് ആയിരിക്കും, ഇതാക്കി എബോവ് ആക്കി. അപ്പം വലിയ ഇമേജ് ആയല്ലേ. ഇനി ഇമേജിന്റെ സൈസ് ചേഞ്ച് ചെയ്യണം. ഒന്ന് താഴത്തോട്ട് വരുമ്പോൾ അവിടെ എന്ത് കാണാൻ പറ്റും, സൈസ്. ആ ഡിഫോൾട്ട് ആയിട്ട് ഓട്ടോ എന്നായിരിക്കും. അത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് 100 ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും എത്രത്തോളം ചെറുക്കാവുന്നുണ്ടോ. 100 മാറ്റിയിട്ട് എന്താക്കി, 150 ആക്കി കൊണ്ടുപോകും. കുറച്ച് വലുതായി. ഇത്രയും ചെയ്ത് ക്ലിയർ ആണല്ലോ അവർക്കും. ഓക്കെ, ഞാനിവിടെ ആഡ് ചെയ്ത ഇമേജ് എന്താണ്, ഡോട്ട് പി എൻ ജി ഫയൽ ആണ്. ഒരു ഫിക്സഡ് ഇമേജ് മീൻസ് അതിന് മൂവ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അതിന് പകരം എനിക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമേജ് വേണം. അത് ജിഫ് ഫയൽസ്. ജിഫ് ഫയൽസിനെ വേണം എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ടോട്ടൽ സെൽസ് മാറ്റിയിട്ട് പ്രോപ്പർട്ടി സെലക്ട് ചെയ്തു. ഇമേജ് വീണ്ടും ഓൺ ചെയ്യേണ്ടി വരും. ഇമേജ് തന്നെ ഇവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഒരു ജിഫ് ഇമേജ് സെലക്ട് ചെയ്യാൻ പോവാണ്. അവിടെ കാണാം ഐറ്റം ടൈപ്പ് എന്താണ്, ജിഫ് ഫയൽ. സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ. കണ്ടോ, അതിനെ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. ഇനി അതിന്റെയും എന്ത് ചെയ്യാം, സെയിം പോസ്റ്റിൽ തന്നെ വെക്കുന്നു. എബൌട്ട് ടെക്സ്റ്റ് അത് ഞാൻ എന്ത് ചെയ്യുന്നു, സൈസ് 150 ആക്കി. കണ്ടോ, ഇതുപോലെ നോർമൽ രീതിയിൽ ജെ പി ജി ഇമേജസിനെ കൊണ്ടുവരാം. ജിഫ് ഫയൽസിനെയും എന്ത് ചെയ്യാം, കാർഡ് ന്യൂ അകത്ത് കൊണ്ടുവരാം. ജിഫ് ഫയൽ സപ്പോർട്ട് ചെയ്യുന്ന ഏക വിഷലാണ് കാർഡ് ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആയോ, ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്തല്ലോ വരും. ഒരു ജിഫ് ഫയൽ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് അങ്ങനെ പറ്റില്ലല്ലേ? നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ബ്രൗസ് ചെയ്ത് വെക്കാനും പറ്റില്ലല്ലേ? സിസ്റ്റത്തിൽ നിന്ന് എടുത്ത് വെക്കാനേ പറ്റും, ഇല്ലെങ്കിൽ യു ആർ എൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ഞാൻ യു ആർ എൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം. ആ ഞാൻ ഒരു ജിഫ് ഫയൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓൺലൈൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഹാൻഡ് റൈസ്, ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഇമേജസിനെ ഡിഫറെന്റ് ടൈപ്പിൽ നമുക്ക് പവർ ബിയുടെ അകത്തോട്ട് കോൾ ചെയ്യാം. ജിഫ് ഫയൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന വിഷ്വൽ ആര് മാത്രമേ ഉള്ളൂ, കാർഡ് ന്യൂ മാത്രമേ ഉള്ളൂ.
സാർ ആ ഇമേജ് നമുക്ക് ആ പ്ലേസ്മെന്റ് മാറ്റുന്നത് മാത്രം ഒന്ന് കാണിച്ചിട്ട് ലൈക്ക് ഇപ്പൊ ആ ടെക്സ്റ്റിന്റെ മേലെ തന്നെ വന്ന് നിൽക്കുന്നത് അപ്പൊ അതിനാണ് അഡ്ജസ്റ്റ് ചെയ്യണത് എങ്ങനെയാണുള്ളത്. മനസ്സിലായി. പക്ഷെ ആ എന്റെ ആ ക്വാണ്ടിറ്റീസിന്റെ പേരൊക്കെ പോയായിരുന്നു. ആ എഴുതി വന്ന പേര് പോയായിരുന്നു. ഇത് പോയിന്ന് പേരോ? എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് പേര് ഇൻ ദ സെൻസ് മെഷേഴ്സിന്റെ നെയിംസ് ഇല്ലേ അത് ഇവിടെ ഡിസ്പ്ലേ ആവുന്നില്ല, അത് എനിക്ക് കാണുന്നു, അത് പോയി. ഇപ്പൊ എന്താ കാണുന്നത് എന്താ? ഇമേജ് ഉണ്ട്, പിന്നെ ഉം, വാല്യൂ ഉണ്ട്, അത്ര ഉം. അതും അത് മുകളിൽ തൊട്ട് കോൾ ഔട്ട് വാല്യൂസ് ഉണ്ടോ? കോൾ ഔട്ട് വാല്യൂസ് ആ അത് എക്സ്പാൻഡ് ചെയ്യാം. അവിടെ വാല്യൂസും കാണാൻ പറ്റും, ലേബലും കാണാൻ പറ്റും. രണ്ട് ഓൺ ആയിട്ടാണല്ലോ ചെക്ക് ചെയ്ത് നോക്കി. അതെ. എന്നിട്ട് ടോട്ടൽ ക്വാണ്ടിറ്റി ടോട്ടൽ കോസ്റ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒന്ന് കളറിന്റെ വല്ല ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ടെക്സ്റ്റിന്റെ കളറിന്റെ ആണ്. ഞാൻ സ്ക്രീൻഷോട്ട് ബാക്ക്ഗ്രൗണ്ടും ടെക്സ്റ്റിന്റെ കളർ സെയിം ആയോ? അങ്ങനെ ആകുമ്പോൾ കാണാൻ പറ്റില്ല. ഞാനത് നോക്കുക, നോക്കാം. അത് ബ്ലെൻഡ് ആയിട്ട് പോകും രണ്ടും ഒരേ കളർ കൊടുത്തു കഴിഞ്ഞാൽ. ഹലോ. ആ
രുക്മിണിയുടെ റെഡി ആയോ? ആ യെസ് സർ. എന്തായിരുന്നു ടെക്സ്റ്റിലെ കളറും ബാക്ക്ഗ്രൗണ്ട് കളറും സെയിം ആയി പോയതാണോ? ആ ടെക്സ്റ്റ് അത് ഗ്രേ ഇട്ടിട്ട് ഗ്രേന്റെ പുറത്ത് ബ്ലാക്ക് കാണാണ്ടായിരുന്നു. ഒരിക്കലും റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടാക്കി വെക്കരുത് കേട്ടോ. ഒട്ടുമിക്ക റിപ്പോർട്ടിൽ ഞാൻ കാണുന്ന ഒരു ഇതാണ്, നല്ല കളറൊക്കെ ഉണ്ടാവും, പക്ഷെ അതിലൊന്നും വായിക്കാൻ പറ്റില്ല പ്രോപ്പറായിട്ട്. കാണുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരാൾക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടും എന്തായിരിക്കും, ഫോണിന്റെ കളറും ബാക്ക്ഗ്രൗണ്ടിന്റെ കളറും, അതായത് വാല്യൂയുടെ കളറും ബാക്ക്ഗ്രൗണ്ട് കളറും നല്ല മാച്ചിങ് കളേഴ്സ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് വായിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ എപ്പോഴും പ്രോപ്പർ റീഡബിൾ ആകുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ. നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ ഫ്ലക്സ് ഒക്കെ കാണുമ്പോൾ അല്ല ഇത് എത്ര ചെറിയ കാര്യങ്ങൾക്ക് ഈസിലി റീഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? പക്ഷെ കാണാൻ അട്രാക്റ്റീവ് ആയിരിക്കും, അല്ല ഇത് എല്ലാ കാര്യങ്ങളും നമുക്ക് റീഡ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ആവണം നമ്മുടെ റിപ്പോർട്ടും. അട്രാക്റ്റീവ് ആവണം, അതിൽ എല്ലാ കാര്യങ്ങളും ഫങ്ഷണലി അടിപൊളിയായിരിക്കണം, എല്ലാം നമുക്ക് പ്രോപ്പർലി റീഡബിളും ആയിരിക്കണം. അതായത് ഫോണിന്റെ സൈസ് വലുതാക്കി കൊടുക്കണം എന്നുള്ള അതിന്റെ മീനിങ് കേട്ടോ. അതന്നെ ഫ്ലക്സ് തന്നെ പറഞ്ഞത്. അതിൽ വലിയ ഫോൺ ഉണ്ടാവും, ചെറിയ ഫോണാണ്, പക്ഷെ എല്ലാം നമുക്ക് ഒരുപോലെ വായിക്കാൻ പറ്റും. ചിലപ്പോൾ എല്ലാം ഒരേ കളറിൽ വായിക്കണം എന്നില്ല, പക്ഷെ എന്നാൽ നമുക്ക് പ്രോപ്പറായിട്ട് അത് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അടുത്തൊരു കൺസെപ്റ്റ് കാണിച്ചു തരാം. എനിക്കിവിടെ പവർ ബിയുടെ അകത്ത് ഒരു ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യണം. അത് ഒരു ജിഫ് ഫയൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ. ഞാൻ എന്ത് പറഞ്ഞു, ജിഫ് ഫയൽ എവിടെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ? കാർഡ് ന്യൂയുടെ അകത്ത് മാത്രമേ സപ്പോർട്ട് ചെയ്യൂ, വേറെ എവിടെയും സപ്പോർട്ട് ചെയ്യില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോർമലി നമ്മൾ ഇമേജിനെ ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസേർട്ട് ടാബിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് കാണാൻ പറ്റും? ഇമേജസ്. ഈ രീതിയിലാണ് നോർമൽ ഇമേജസിനെ കൊണ്ടുവരിക. അവിടെ നിന്ന് ഇമേജസ് ഞാൻ ഈ ജിഫ് ഫയൽ സെലക്ട് ചെയ്തു, ഓപ്പൺ. ഇമേജ് വരും, പക്ഷെ ജിഫ് ഫയൽ എന്തായി? നോർമൽ ഇമേജ് ആയി മാറിയല്ലോ. പക്ഷെ എനിക്ക് എന്ത് തന്നെ വേണം? ഒരു ജിഫ് ഫയൽ ആയിട്ട് തന്നെ. അങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ആരും മാത്രം യൂസ് ചെയ്യാൻ പറ്റൂ, കാർഡ് ന്യൂ. പക്ഷെ കാർഡ് ന്യൂ ഇങ്ങനെ വെറുതെ വെച്ചിട്ട് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന്റെ അകത്തോട്ട് എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ടിട്ട് അതിന് എന്ത് ചെയ്യണം? ഫസ്റ്റ് ആക്റ്റീവ് ചെയ്യണം. അത് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ടോട്ടൽ കോണ്ടന്റ് കൊടുത്ത് ആഡ് ചെയ്തു. ഓക്കെ. എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ഇമേജ് വേണം. പക്ഷെ ഇമേജ് വരുമ്പോൾ നമുക്ക് ആരുടെ ആവശ്യമില്ല? ഈ വാല്യൂവോ ലേബലിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ കാർഡിന് ഇവിടെ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലെ കോൾ ഔട്ട് വാല്യൂസിലെ വാല്യൂ നമുക്ക് ഓഫ് ചെയ്യാം, ലേബൽ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. രണ്ടാൾക്കാരെ ഓഫ് ചെയ്യാൻ പറ്റും. ആ രണ്ടാൾക്കാരെ ഓഫ് ചെയ്യുക, ഇതിന്റെ നേരെ എങ്ങോട്ട് വരുക? ഇമേജസ് ആരുടെ കൂടിയാണ്? ടോട്ടൽ ക്വാണ്ടിറ്റി. എന്നിട്ട് അവിടെ ആ ഇമേജ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതും കംപ്ലീറ്റ് ആയില്ല. പുറത്ത് നോക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ബോർഡർ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ശരിക്കും ആക്ച്വലി ബോർഡർ വേണ്ട. ഇത് സെലക്ട് ചെയ്യുക, നേരെ കാർഡ് സ്ലോട്ട് വരിക, താഴെ എന്തുണ്ടാവും? ബോർഡർ ഓൺ ആയിട്ടുണ്ടാവും. ജസ്റ്റ് ആ ബോർഡർ ഓഫ് ആക്കിയാൽ കേട്ടോ. അപ്പൊ കാണുമ്പോൾ രണ്ടും ഒരുപോലെ ഇല്ല കേട്ടോ. ഇത് നോർമൽ രീതിയിൽ എടുത്ത ഇമേജും ഇത് കാർഡ് ന്യൂയുടെ ഹെൽപ്പോട് കൂടി എടുത്തുണ്ടോ. പക്ഷെ പുറമെ കാണുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവില്ല ഇത് എങ്ങനെയാ വന്നിരിക്കുന്നുള്ളത്. അപ്പൊ അത് ചെയ്യാൻ നമ്മൾ ആരെ തന്നെ യൂസ് ചെയ്യാം? കാർഡ് ന്യൂ. അതിനാണ് കാർഡ് ന്യൂയുടെ അകത്ത് എന്ത് ഫീച്ചറും കൊടുത്തിരിക്കുന്നത്? കോൾ ഔട്ട് വാല്യൂവില് വാല്യൂസിനെയും ലേബലിനെയും ഓഫ് ചെയ്യാനുള്ള ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. നോർമൽ കാർഡ് വിഷയിൽ ആരെ മാത്രം ഓഫ് ചെയ്യാൻ പറ്റുമോ? ലേബലിന് മാത്രമേ ഓഫ് ചെയ്യാൻ പറ്റൂ, വാല്യൂവിന് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാർഡിന് ഇവിടെ നമുക്ക് രണ്ടാൾക്കാരെയും വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചറുള്ള വിഷലാണ് കാർഡ് ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓൺലൈൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ? Yes, sir. ചെയ്തു എല്ലാവരും? ഓക്കെ. ഇനി ആ URL വെച്ചിട്ട് ഇമേജിനെ കൊണ്ടുവരുന്ന കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അതായത് അതിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാം. ഇത് ഞാൻ പിന്നീട് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. Sure. അഞ്ചാമത് ഉം. അതിൽ നമുക്ക് ഫോളോ വാല്യൂന്ന് ഹൈഡ് ചെയ്യാം. അല്ല നമുക്ക് പേര് കോളർ വാല്യൂൽ വന്നിട്ട് വാല്യൂസ് മൊത്തം പോകും. മൊത്തം പോകും. ലേബിൾ മാത്രമാണെങ്കിൽ ഒരെണ്ണം മാത്രം പോകും. അതാണ് അതിൽ എന്തൊക്കെയോ ഇപ്പോഴും ഇഷ്യൂ ഉണ്ട് അത്ര. ഒരു സ്പേസ് ബാക്കിയുള്ള ഒരു വാല്യൂ ആഡ് ചെയ്യും. ഒരു കോർണറും എല്ലാത്തിനും പോകും. പക്ഷെ ലേബിളാകുമ്പോൾ കറക്റ്റ് അത് ചെറിയ ഇതുപോലെ ചെറിയ ഇത് ഇപ്പോൾ ടോട്ടൽ സെയിൽ സെലക്ട് ആയിട്ട് ഓഫ് ചെയ്താലും എല്ലാം പോകും. ലേബൽ ഓഫ് ചെയ്യുമ്പോൾ അതിന്റെ മാത്രം പോകും. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതായത് അങ്ങനെ കൊടുക്കാനുള്ള റീസൺ ആണ് ഒരിക്കലും എല്ലാ ലേബലും ഒരുമിച്ച് ഓഫ് ചെയ്ത് വെക്കില്ല. സോറി, എല്ലാ വാല്യൂം ഒരുമിച്ച് ഓഫ് ചെയ്ത് വെക്കില്ല. പക്ഷെ ലേബൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓഫ് ചെയ്ത് വെക്കും. സിംഗിൾ കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ രണ്ടും ഒരുമിച്ച് ഓഫ് ചെയ്ത് വെക്കും. അത് മൾട്ടിപ്പിൾ കാർഡിലുള്ളപ്പോൾ എല്ലാത്തിലെയും വാല്യൂ നമ്മൾ ഒരുമിച്ച് ഓഫ് ചെയ്ത് വെക്കില്ല. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. 5 ഇമേജസ് നമ്മൾ ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നില്ലല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഡിഫോൾട്ട് ആയിട്ട് അത് എന്തായിരിക്കുന്നത്, ഓൾ ആയിരിക്കുന്നത്. ഓഫ് ചെയ്യുന്നവരെല്ലാം ഒരുമിച്ച് ഓഫ് ചെയ്യുക, ഇല്ലെങ്കിൽ ഓഫ് ചെയ്യാതിരിക്കുമല്ലോ കൺസെപ്റ്റ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി റെഫറൻസ് ലേബിൾസിൽ നിങ്ങൾക്ക് വീണ്ടും കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. ഈ റെഫറൻസ് ലേബിൾ എക്സ്പാൻഡ് ചെയ്തു. ഇപ്പൊ ഞാൻ കറന്റ് ഏത് സീരീസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഞാൻ എന്താ ആഡ് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ. ഈ ആഡ് ചെയ്ത പ്രോഫിറ്റ് ലാസ്റ്റ് ഇയറിന്റെ കൂടെ എനിക്ക് എന്തെങ്കിലും ഇനി എക്സ്ട്രാ ആഡ് ചെയ്യണം, അതും പോസിബിൾ ആണ് കേട്ടോ. ഇവിടെ പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ ആഡ് ചെയ്തു. താഴെ എനിക്ക് വീണ്ടും എന്ത് കാണാൻ പറ്റും, സെലക്ട് ലേബൽ. ഈ സെലക്ട് ലേബൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ടോട്ടൽ സെയിൽസ് എടുക്കാം. ടോട്ടൽ സെയിൽസ് എടുക്കുമ്പോൾ ഏതാ ലേബല്, ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ. വീണ്ടും താഴെ എന്ത് കാണാൻ പറ്റും, സെലക്ട് ലേബൽ. ഇതായിരിക്കും സെലക്ട് ലേബൽ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ആഡ് ചെയ്ത റെഫറൻസ് ലേബലില് ആരെയാണ് ഇനി കസ്റ്റമൈസ് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ഇപ്പൊ ആഡ് ചെയ്തിട്ടല്ലോ, അതിന്റെ കൂടെ ഞാൻ YOY കൂടെ ആഡ് ചെയ്തു. YOY കൂടെ അവിടെ ആഡ് ചെയ്തു. ഇപ്പൊ രണ്ടാൾക്കാരായല്ലേ. അപ്പോൾ അതിൽ ആരെയാണ് നിങ്ങൾക്ക് സ്പെസിഫിക്കലി കസ്റ്റമൈസ് ചെയ്യേണ്ടത്, അതാണ് ഇവിടെ താഴെ ചോദിക്കുന്ന സെലക്ട് ലേബൽ. അത് എക്സ്പാൻഡ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ, ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയറും YOY സെയിൽസ്. അതെന്ത് ചെയ്തു, ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ സെലക്ട് ചെയ്തു. ഇപ്പൊ ചോദിക്കും അതിന് ടൈറ്റിലിന്റെ ആവശ്യമുണ്ടോ. ടൈറ്റിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ഓഫ് ചെയ്യാം. പിന്നെ അതിന് വാല്യൂവിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് മാത്രം വേണമെങ്കിൽ എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാൻ കണ്ടോ. ഇനി താഴെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് എന്താണെങ്കിലും കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഡീറ്റെയിൽ അവിടെ എക്സ്പാൻഡ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യും, ആഡ് ഡാറ്റ. ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. YTD സെയിൽസ് അതിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ അതിന്റെ കൂടെ അത് അവിടെ കാണിക്കാൻ തുടങ്ങും, YTD സെയിൽസ്. ഏതാ അതിന്റെ മുകളിൽ അത് വന്നുകൊണ്ടോ 23. സോറി, അതിന്റെ ലേബൽ ഓഫ് ചെയ്താണ്. ടൈറ്റിൽ ലോഞ്ച് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ. അതിന്റെ കൂടെ എന്ത് കൂടെ കാണാൻ പറ്റി, YTD സെയിൽസ്. അതിന്റെ കൂടെ ഇനി എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് അതോടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ കൂടെ വേണമെങ്കിൽ അതിന്റെ കൂടെ ലേബൽ ഒന്നും വരില്ല. ഇത് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് വേറെ രീതിയിലാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ വേണമെങ്കിൽ എക്സ്ട്രാ മെഷേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ അതും അവിടെ പോസിബിൾ ആണ്. അതാണ് ഡീറ്റെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സൈഡിൽ എന്ത് ആഡ് ചെയ്യണം. അപ്പൊ അത് ഡീറ്റെയിൽ ഓൺ ആക്കിയിട്ടൊന്നും കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ 2 ഹൈഫൺ വരുന്നുണ്ടോ. ഡീറ്റെയിൽ ആവശ്യം എന്ത് ചെയ്യുക, അതവിടെ ഓഫ് ചെയ്തു. ഇവിടെ അത്രയും കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് അവിടെ. ഇനി YOYയിൽ മാത്രം ചെയ്താൽ എന്ത് ചെയ്യാം, YOY മാത്രം സെലക്ട് ചെയ്യാം. അതിന്റെ വാല്യൂ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്ത് ചെയ്യാം, അതിന്റെ ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. വേണം എന്ത് ചെയ്യാം, അതിന്റെ കളർ വേണമെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞാൻ ബ്ലൂ കളർ ആക്കേണ്ടത്, അതിന്റെ കളർ മാറിച്ച് അതിന്റെ അകത്തുള്ള ഓരോന്നിനെയും നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും ഫീച്ചേഴ്സ് ഈ ഒരു വിഷ്വലിനകത്തുണ്ട്. അതായത് നോർമൽ കാർഡ് വിഷ്വലിനെക്കാളും
എന്ത് ചെയ്യാം, ഒരു കാർഡ് വെച്ച് നമുക്ക് വളരെ അടിപൊളിയാക്കി മാറ്റാൻ ആര് യൂസ് ചെയ്യാം, കാർഡ് ന്യൂവിനെ യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ഓൺലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? Yes, sir. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഞാൻ ഇന്ന് പുതിയ ഫംഗ്ഷന്റെ കൺസെപ്റ്റിലോട്ടൊന്നും പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നാളെ വരുമ്പോഴേക്കും എന്ത് ചെയ്യാം, ഇതുവരെ പഠിച്ച ലോജിക്കൽ ഫംഗ്ഷന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് വരുമോ. അത് വെച്ചിട്ടുള്ള അതിന്റെ കൂടെ അടുത്തൊരു കൺസെപ്റ്റിലൂടെ പഠിച്ചിട്ടുള്ള ലെവലപ്പിലോട്ടാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ SQL ഗ്രൂപ്പ് ബൈയും ലിമിറ്റിംഗ് കൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അതിന്റെ തന്നെ വേറൊരു ലെവലിൽ പവർ ബി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാണ് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതൊക്കെ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് നാളെ വരും കേട്ടോ. ഓക്കെ, ഓൺലൈൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്തതായിരുന്നു. കുറെ സമയം അൺമ്യൂട്ട് ആയി കിടന്നു കഴിഞ്ഞാൽ ഞാൻ ചില സമയത്ത് മ്യൂട്ട് ആക്കാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ചില ടൈപ്പ് ഓഫ് ശബ്ദങ്ങളൊക്കെ പുറത്ത് വരും. അങ്ങനെയല്ല, ഇപ്പൊ ഇപ്പൊ നമ്മള് ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അറിയാതെ ഇങ്ങനെ കൈ പോയി ടച്ച് ചെയ്ത് എന്താവും, ഓണായി പോവല്ലോ. അപ്പൊ അത് അറിയില്ല, നമ്മൾ പറയുന്ന പലതും ഇവിടെ കേൾക്കേണ്ടി വരും. പിന്നെ റെക്കോർഡിംഗ് സെഷൻ ആണ്, ജീവിതകാലം മൊത്തം അത് അവിടെ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ അറിയാതെ ക്യാമറ ഓൺ ആയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേരുണ്ട് ക്ലാസ്സിൽ, അവർ അറിയുന്നുണ്ടാവില്ല, അവരവിടെ ഓണാക്കിയിട്ട് അവരവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവരെന്നെ മുമ്പിൽ പോലും ഉണ്ടാവില്ല, അതിലൂടെ ഇങ്ങനെ നടന്നു കളിക്കുന്നത് ഇവിടുന്ന് കാണാൻ പറ്റും. ഉം. അത് മുമ്പത്തെ സൂമില് ഇവിടെ ഇങ്ങനെ കാണും, ക്യാമറ ഓൺ അപ്പൊ തന്നെ ഇവിടെ ഇത് ഓണാവും. ഇപ്പൊ അങ്ങനെ ഇല്ല, ഇപ്പൊ ആ ഒരു ഫീച്ചർ അവർ മാറ്റി. പക്ഷെ ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റും. പഴയ സൂമിൽ അങ്ങനെയല്ല. ഇപ്പൊ ആരെങ്കിലും ഒരാൾ അറിയാതെ ക്യാമറ ഓൺ ആക്കി, അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഒരു വലിയ രീതിയിൽ അത് സ്ക്രീൻ കാണിക്കും, ആളെ മാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇപ്പൊ എല്ലാവരും കാണാം, ക്ലാസ്സിൽ മൊത്തം കാണാൻ തുടങ്ങും. പിന്നെ ശരിയായി ബഹളായി, ആൾക്ക് പിന്നെ ഒരു ഇഷ്യൂ ആയി മാറും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ഞാൻ തന്നെ അവിടെ മാക്സിമം പോയിട്ട് ക്യാമറ ഓഫ് ചെയ്യാറാണ്. ഞാൻ നോർമലി ക്യാമറ ഇടക്കിടക്ക് ഓൺ ചെയ്യാൻ പറയാറുണ്ട്, പക്ഷെ ഇപ്പൊ അത് ചെയ്യാത്തതാണ്. ഓൺ ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ഒരുപാട് പേര് അപ്പൊ തന്നെ ലീവ് ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഓൺ ചെയ്യാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ഓൺ ചെയ്യാൻ പറ്റും ക്യാമറ ഓൺലൈൻ? ഓൺലൈൻ എത്ര പേർക്ക്, ഇപ്പൊ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ഓൺ ചെയ്യാൻ പറ്റും? അത് ഒരു മിനിറ്റിനുള്ളിൽ എത്ര പേർക്ക് ഓൺ ചെയ്യാൻ പറ്റും? 1, 2. അത് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്.
ഓക്കെ 5 6. സാർ എന്റെ സെറ്റിങ്സ് ഓഫ് ആക്കി ക്യാമറയില്. ഓക്കെ ഓക്കെ. ഞാൻ ചോദിച്ചത് മാത്രമല്ല, ഓൺ ആക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, എല്ലാവർക്കും പറ്റുന്നുണ്ടല്ലേ? നല്ല കാര്യം കേട്ടോ. ഓൺലൈൻ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഇതാണ്. ഇവരെന്ത് വന്നാലും ക്യാമറ ഓൺ ആയില്ല. ഞാൻ ഓൺ ചെയ്താൽ അവർ അപ്പുറ സൈഡ് ഓൺ ചെയ്യില്ല. നമ്മൾ ഇന്റർവ്യൂവിൽ എടുക്കുന്നത് ഓൺ ചെയ്യാൻ പറഞ്ഞാൽ അപ്പുറം എന്ത് സാർ ഒരു 5 മിനിറ്റ്. ആ 5 മിനിറ്റ് തന്നെ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പിന്നെ ആ കാൻഡിഡേറ്റിന് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. 5 മിനിറ്റ് എന്തിനായിരിക്കും പോയിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങി വരാൻ അല്ലേ? ഒരു ഇന്റർവ്യൂവിനെ വന്നിരിക്കുന്നതിൽ ബോധം പോലും ഇല്ല. ഓൺലൈൻ ആയതുകൊണ്ട് എന്തും കളിക്കാൻ നല്ല രീതിയിലാണ് ഓൺലൈനിലോട്ട് വരും കേട്ടോ. ശരിക്കും നിങ്ങൾ എല്ലാ കളത്തിലും പിടിക്കാൻ പറ്റുന്നതാണ് ഓൺലൈൻ, ഓഫ്ലൈൻ അല്ല. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഓൺലൈൻ വളരെ ഈസിയാണ്. നിങ്ങൾ സംസാരിക്കുന്ന ടോണ്, നിങ്ങളുടെ കണ്ണിന്റെ പോകുന്ന ഡയറക്ഷൻ, എല്ലാത്തിനും എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ വിചാരിക്കും എന്താണ്, ഓൺലൈൻ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് അപ്പുറത്തെ ആൻസർ നോക്കി വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. നിങ്ങൾ അറിയുന്ന ആൻസർ പറയുന്ന ഒരു ടോണും ഉണ്ട്, അറിയാത്ത ആൻസർ നോക്കി വായിക്കുന്ന ഒരു ടോണും ഉണ്ട്. അത് ഓപ്പോസിറ്റ് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ കണ്ണട വെക്കുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുണ്ടാവും? അതിന്റെ റിഫ്ലക്ഷൻ കണ്ണടയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും. മൊബൈലൊക്കെ ഓൺ ചെയ്യും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരാൾ ഇരുന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആളെ വ്യക്തമായിട്ട് ആ ഗ്ലാസ്സിൽ കാണുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം ഇതുപോലുള്ള പരിപാടികൾ ഒപ്പിച്ച് നോക്കാൻ കേട്ടോ. അപ്പൊ നാളെ വരുമ്പോഴേക്കും എടുത്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം. ഓൺലൈൻ ലീവ് ചെയ്യുന്ന ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ബാക്കി എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ശരി എന്നാൽ. Thank you, sir. ഹലോ.